അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2021 ആണ്ടിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യം ചിക്കൻ കേടായിട്ടില്ല, ചൂടാക്കിയതാ. വിധത്തിൽ ഉപരിപഠനത്തിന് എല്ലാ ജ്യോത്സ്യന്മാരും ഒരേപോലെയാണ് പറയുന്നത്. അവിടുത്തെ നാളുകാർക്ക് ഈ ചിങ്ങത്തിൽ വിവാഹം നടന്നില്ലെങ്കിൽ അടുത്ത 6 വർഷത്തേക്ക് വിവാഹമൊക്കെ ഉണ്ടാവില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. എന്തൊന്നാമേത് ഞാൻ തൽക്കാലം മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ പൊരുത്തവും നോക്കിയിട്ടല്ലേ അച്ഛനും അമ്മയും കൂടെ കല്യാണം കഴിച്ചത്. എന്നിട്ടൊരു 10 കൊല്ലം നിങ്ങൾ തയ്ച്ചോ? ഓ, നീ അത് അത്രയ്ക്കൊന്നും കാര്യമായിട്ട് പറയണ്ട. കല്യാണ സമയത്ത് ജ്യോത്സ്യർ പറഞ്ഞതാ, പാവജാതകമാണ്, പരിഹാരക്രിയകളും പൂജകളും എല്ലാം നടത്തണമെന്ന്. എൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഭവിഷ്യത്താണ് ഇതെല്ലാം. ആ കിരണിന് നിന്റെ ജാതകമായിട്ട് 10ൽ 6 പൊരുത്തം ഉണ്ടായിരുന്നതാ. നീ ഒരൊറ്റ തവണ അവനോട് സംസാരിക്കാൻ പോയതാ കല്യാണം മുടങ്ങിയത്. നീ എന്താ സംസാരിച്ചതെന്ന് ചോദിച്ചിട്ട് അവനിട്ട് മിണ്ടൊന്നുമില്ല. എന്നെക്കുറിച്ച് അവൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനറിയാത്ത എന്ത് രഹസ്യം നിനക്ക് അവനോട് പറയാനുള്ളത്? അതൊന്ന് കേൾക്കട്ടെ. അമ്മ നമുക്കിത് പിന്നെ സംസാരിക്കാം. അവിടെ ഇരുന്നേ, പിന്നത്തേക്ക് വയ്ക്കണ്ട, പറഞ്ഞിട്ട് പോയാൽ മതി. അമ്മ ഞാനൊരു ബൈസെക്ഷൽ ആണെന്ന് അവനോട് പറഞ്ഞു. ഓ, എന്ത് ബൈസെക്ഷൻ? അതൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ. അമ്മ എന്തി പറയുന്നത്? എന്ത്? ഞാനും വിഷയം തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പിന്നെ അവളുടെ വീട്ടിലെ നിർബന്ധം കാരണം അവൾ വേറെ കല്യാണം കഴിച്ചത്. എനിക്കൊരാണിനോടും പെണ്ണിനോടും ഒക്കെ ഒരേപോലെ താല്പര്യവും ഇഷ്ടവും തോന്നാറുണ്ട്. അവളെപ്പോൾ കണ്ടാലും ആ പെൺകുട്ടിയുടെ കറക്കം. അധികം പേരുദോഷം കേൾപ്പിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ബന്ധം അന്ന് നടത്തിവിടാൻ നോക്ക് രമേശി. ഈ ജാതകദോഷമൊക്കെ വെച്ചിട്ട് ഇവൾക്കൊരു കല്യാണവനാണ് എവിടെ നിന്ന് വരാൻ? ഇതാ, നീ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. ഇതൊക്കെ നിനക്ക് തോന്നലായിക്കൂടെ? ഈ പങ്കാളികൾ തമ്മിൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഇതിൽ നല്ലപോലെ ഉണ്ട്. ഞാൻ അടക്കമുള്ള പുരുഷന്മാർ ഒരു പുനർചിന്ത നടത്തേണ്ട ഒരു വിഷയമാണിത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഹലോ അനൂപ്, ഞാൻ ഒന്ന് ഇടപെടുന്നുണ്ട്. വിഘ്നേഷ് പണിക്കർ എന്നൊരാളെ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ആ വിഘ്നേഷ്, നിങ്ങൾക്ക് സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ആ, കേൾക്കാം വിഘ്നേഷ്, പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ പേര് വിഘ്നേഷ് പണിക്കർ എന്നാണ്. ഞാൻ പണിക്കർ ഹോംസിന്റെ GM ആണ്. വിഘ്നേഷ്, നിങ്ങൾ പോയിന്റിലേക്ക് വരൂ. മറ്റാളുകൾ ഓക്കെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. വരുന്നെന്ന് പറഞ്ഞ ആളിത് ഇവിടെ പോയി ഞാൻ സംസാരിക്കട്ടെ. ഹലോ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ? സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നു. അപ്പൊ സ്ത്രീകളും അവരുടെ ഓർഗാസും ഒക്കെ ഒട്ടും ചർച്ച അർഹിക്കാത്ത വിഷയമാണോ മിസ്റ്റർ വിഘ്നേഷ്? അങ്ങനെ സംസാരിക്കരുത്. ഒട്ടും റെലവന്റ് അല്ലാത്ത ഒരു വിഷയം ചർച്ചയ്ക്കെടുത്ത് സ്ത്രീകളടക്കം കയറി വന്ന് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാന്ന് വെച്ചാല് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അത് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള വേദിയാണ്. ഒന്ന് ഇടപെടുകയാണ്. എടോ പണിക്കരെ, തനിക്ക് നിരീക്ഷിക്കാൻ പറ്റിയ വേറെ കുറെ ചർച്ചകൾ പുറത്ത് നടക്കുന്നുണ്ട്. താൻ അങ്ങോട്ട് പോടൂ. നിങ്ങൾ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. ഞാൻ ആരെന്ന് കരുതി? നീ ആരാ? ഞങ്ങൾക്ക് എന്താടാ ദുരന്തം? പണിക്കരെ, ഒരു പണിയില്ലാത്ത കുറെ പണിക്കന്മാർ ഇറങ്ങിക്കോളും. ലെഫ്റ്റ് ചെയ്ത് പോടോ. ഹലോ സർ, ഇത് ടവർ ബിയിലെ 2nd ഫ്ലോറിന്റെ ഇൻവോയ്സ് ആണ്. സിഗ്നേച്ചർ. ഇത് ഈ ക്ലബ് ഹൗസിലൊന്നും ആക്റ്റീവ് അല്ലേ? അക്കൗണ്ട് ഉണ്ട് സർ, ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഇതിലൊക്കെ ആക്റ്റീവ് ആണ് കേട്ടോ. സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളും ചർച്ചകളും എല്ലാം വരുന്ന പ്ലാറ്റ്ഫോം അല്ലേ. നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ തോട്ട്സ് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കരുത് മാത്രം. ഏത് ഞാനിതുപോലുള്ള ചർച്ചകളിലൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെ പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ കേട്ടിരുന്നു കുറച്ച്. ഇതാ, ഇന്ന് തന്നെ ഒരു ചർച്ച. മലയാളി സ്ത്രീകൾക്ക് ഓർഗാസം കിട്ടാക്കനിയും. സ്ത്രീകളും തമ്മിൽ വിവാഹം ചെയ്താൽ എന്താണ് പ്രശ്നം? ശരിക്കും ഇതുപോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത്? അഡ്രസ് ചെയ്യേണ്ട വേറെ എന്തെല്ലാം വിഷയങ്ങൾ കിടക്കും? സർ, ഇതും ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഇത് എന്താണ് ഈ പറയുന്നത്? ഈ സ്വാതന്ത്ര്യം, ചോയ്സ് എന്നൊക്കെ പറഞ്ഞ പുതുതലമുറ ആ വാക്കിനെ എത്രത്തോളം മിസ്യൂസ് ചെയ്യുന്നതെന്നറിയാമോ? ശരിക്കും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരെന്തെല്ലാം പുരോഗമനം എന്ന് പറഞ്ഞ് എന്തെല്ലാം തോന്നിവാസമാണ് വിളിച്ചു പറയുന്നത്. ഇതൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇല്ലേ?
ഹായ്, ഇറ്റ്സ് മീ ജൂഹി വൈബ്സ്. ഇന്നൊരു റിലേഷൻഷിപ്പ് അഡ്വൈസാണ്. നമ്മൾ ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് വസ്ത്ര സ്വാതന്ത്ര്യം എന്നത്. പക്ഷേ നമ്മൾ പെൺകുട്ടികൾ അല്പം മോഡേൺ ആയിട്ടുള്ള ഡിസൈനർ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തു പോകുമ്പോൾ പല കമൻസും കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ലവർ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നമുക്കത് ചേരില്ല അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അവനെ സ്നേഹിക്കണം. ബിക്കോസ് പെൺകുട്ടികളുടെ ഡ്രസ്സിനെ കുറിച്ചോ അതിൻ്റെ ഡിസൈനെ കുറിച്ചോ അവന് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും തൻ്റെ പെണ്ണ് സമൂഹത്തിൽ ഒരു വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കപ്പെടാതിരിക്കാനും മറ്റു പുരുഷന്മാർ അവളെ കമൻ്റ് അടിക്കാതിരിക്കാനും വേണ്ടിയാണ് അവൻ നിങ്ങളോട് അങ്ങനെ പറയുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് പ്യുവർ ലവ്. സോ ഡോണ്ട് ലൂസ് ഹിം. സോ സ്പ്രെഡ് പോസിറ്റിവിറ്റി ആൻഡ് ഗുഡ് വൈബ്സ്. ബൈ. നീ ഇതെപ്പോ വന്നു? കുറച്ചു നേരമായി. നീ ഇപ്പൊ ചെയ്ത വീഡിയോയുടെ പേരെന്താ പറഞ്ഞേ? അത് റിലേഷൻഷിപ്പ് അഡ്വൈസ് ആണ്. ഞാൻ വീക്ക്ലി വൺസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നീ കാണാറില്ലേ? പിന്നെ അല്ല, എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? നത്തിങ്, ജസ്റ്റ് ഈ വഴി വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പിന്നെ എന്താണ് നിന്റെ പ്ലാൻസ്? എന്ത് പ്ലാൻസ്? നമ്മുടെ ഇഷു ഇപ്പൊ ദുബായിൽ സെറ്റിൽഡ് ആയല്ലേ? ഇൻസ്റ്റയിൽ ഞാനൊരു പിക്ക് കണ്ടായിരുന്നു. മനസ്സിലായി. വേറെ എന്തൊക്കെ പറഞ്ഞു? വേറെ ഒന്നും പറഞ്ഞില്ല. നീ എന്തിനാണ് ഇത് ഹൈഡ് ചെയ്ത്? ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നീ അത് നിന്റെ റിലേഷൻഷിപ്പ് അഡ്വൈസ് ആണെങ്കിൽ അത് കേട്ടിരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നിനക്ക് ഇഷ്ടമുള്ള ഡിസിഷൻ എടുക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടുകാരെ പറ്റിയും സൊസൈറ്റിയെ പറ്റിയൊക്കെ ചിന്തിക്കണം. അവർക്ക് ഈ ബൈസെക്ഷൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നമ്മൾ ഹോസ്റ്റലിലായിരുന്ന സമയത്തും നീ ഇല്ല, അത്രയ്ക്ക് ദാരിദ്ര്യം എനിക്ക് വന്നിട്ടില്ല. തൽക്കാലം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ കഴിക്കാൻ നോക്കാം. വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം ക്ലീനിങ്, കുക്കിംഗ് എല്ലാം ചെയ്യിപ്പിക്കും. അല്ല, പെമ്പിള്ളേര് ചെയ്ത് പഠിക്കണം ചേട്ടാ. പെമ്പിള്ളേര് കല്യാണം കഴിയുന്നവരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മള് ജോലി ചെയ്ത് തന്നെ പഠിക്കണം. നമ്മള് വേറെ വീട്ടിൽ കയറി ചെല്ലാനുള്ളതല്ലേ. ന്യൂ ജനറേഷൻ ആണ്, പക്ഷെ സംസാരിക്കുന്ന അല്ല. ഞാൻ ഈ കാണുന്ന ആളല്ല വീട്ടിലാണ്. ഞാൻ വന്നോണ്ടായിരിക്കും അവള് പുറത്തോടൊന്നും ഇറങ്ങാത്തത്. നീ ഇനി സംസാരിച്ച് പഴയതുപോലെ വഴക്കിനൊന്നും നിൽക്കണ്ട. എൻ്റെ സുനിതയും പോലെ തന്നെ ഞാൻ അവളെയും കണ്ടത്. ഞാൻ അവൾക്ക് പഠിപ്പിനും മറ്റു ബാക്കി കാര്യങ്ങൾക്ക് എന്തെല്ലാം ചിലവാക്കി. അതിനൊന്നും ഒരു വേർതിരിവും ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പം ജീവിതം നല്ലതിലെത്തിയപ്പോൾ അവൾക്ക് കൂട്ടുകാരിയോട് പ്രേമം. ആകെ മൊത്തം തലതിരും. അയ്യോ, ഇപ്പം അവൾക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു പയ്യൻ്റെ കൂടെ ജീവിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അത് ചേച്ചി ഒന്നുകൂടെ ചോദിച്ച് ഉറപ്പ് വരുത്തിക്കണം. ഞാൻ സംസാരിച്ചതാ. എന്നാൽ അവൾക്ക് കൊള്ളാം അല്ലേ? സുനിതനെ ഞാൻ എന്ത് വിശ്വസിച്ച് ഇവിടെ കൊണ്ട് നിർത്തുന്നത്? അത് പോട്ടെ, ഇത് പുറത്താരെങ്കിലും പറഞ്ഞാൽ ഈ കുടുംബമായിട്ട് സഹകരിക്കുമോ? ചേച്ചി ഇത് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറയാഞ്ഞിട്ടല്ല. അവളുടെ സമ്മതം കിട്ടിയിട്ട് നടക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. മേനേ സാറിൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം വളരെ വലിയ കാര്യമാണ്. അവൻ അവളുടെ പ്രൊഫൈലോ മറ്റോ കണ്ട് താല്പര്യമുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. ഇനിയിപ്പോൾ ശ്രീധന് ഇച്ചിരി കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു ബന്ധം തന്നെയായിരുന്നു. ഞാൻ പയ്യനോട് സംസാരിച്ചതാ, എനിക്ക് ബോധിച്ചു. അവർ തമ്മിൽ ഇനി സംസാരിക്കാൻ എങ്ങാനും വിളിച്ചാൽ പ്രത്യേകം പറയണം, പഴയ ചരിത്രങ്ങളും കെട്ടുതളർന്നും വിളമ്പാൻ നിൽക്കരുതെന്ന്. ഇനി അതല്ല, അവളുടെ രീതിക്കാണ് ചേച്ചി പോകാൻ തീരുമാനിക്കണമെങ്കിൽ ഞാൻ ഈ കുടുംബമായിട്ട് സഹകരിക്കില്ല. ഞാൻ അവളെ സമ്മതിപ്പിച്ചോളാം. പിന്നെ ആയപ്പോളാം. ഒരു 60 രൂപ ഉണ്ടാവും, ഓട്ടോയ്ക്ക് കൊടുക്കണം. അമ്മയ്ക്കൊന്ന് ഡോറ് മുട്ടിയിട്ട് വന്നൂടെ? പിന്നെ ഇനി അകത്തോട്ട് വരാൻ ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കാം. പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കറിയാം അമ്മ എന്താ പറയാൻ വരുന്നതെന്ന്. ഞാൻ ആ വിവേകമായിട്ട് സംസാരിച്ചായിരുന്നു. നല്ലൊരു പയ്യനാണ്. നിന്റെ രീതികളായിട്ടൊക്കെ നല്ല പൊരുത്തപ്പെട്ടു പോകുന്നൊരു പയ്യനാണ്. എനിക്ക് കുറച്ച് സമയം എന്താ, എനിക്കിതെല്ലാമായിട്ട് പൊരുത്തപ്പെടണം. കണ്ട പെൺപിള്ളേരെ പ്രേമിച്ച് അവരുമായിട്ട് കെട്ടിമറിഞ്ഞ് നടക്കാനാണോ നിന്റെ പ്ലാൻ? ഇതെങ്ങനെ പുറത്തറിഞ്ഞിരുന്നെങ്കിലോ? അറിഞ്ഞിരുന്നെങ്കിൽ എന്താ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടോ? നിനക്കിതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ, ഇതൊരു അസുഖമല്ല. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഞാൻ പോയേക്കാം. നിന്റെ രീതികളൊന്നും എനിക്ക് മനസ്സിലാവില്ലല്ലോ. വിവേക് വിളിക്കും, അപ്പോൾ നീ പോയി സംസാരിക്കണം. ഈ ബന്ധം നടക്കണം. മറിച്ചെന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ
നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ വീട്ടിൽ ഇനി ഉണ്ടാവില്ല. ഹലോ. ഹലോ, ഇത് വിവേകാണ്. അമ്മ പറഞ്ഞിരുന്നില്ലേ? സീത, ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിലും കുറച്ച് ബിസിനസ് ഡീലിങ്സ് ഒക്കെ ആയിട്ട് അല്പം തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് ഇതുവരെ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റാഞ്ഞത്. വിവേക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എടോ, എനിക്ക് മനസ്സിലായി. തനിക്ക് മാത്രമല്ല, എനിക്കും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പിന്നെ ഈ അമ്മ പറയുന്നൊന്നും താൻ അത്ര കാര്യമാക്കണ്ട കേട്ടോ. അവരൊക്കെ പഴയ ആളുകളല്ലേ. അവരുടെ ഈ കാഴ്ചപ്പാടുകളും രീതികളും ഒക്കെ എങ്ങനെയായിരിക്കും. എടോ, നമുക്കൊന്ന് നേരിട്ട് മീറ്റ് ചെയ്താലോ? കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, എവിടെ വെച്ചാ ബെറ്റർ? നമുക്ക് ഏതെങ്കിലും ഒരു കഫേ ചൂസ് ചെയ്യാം. ഐ വിൽ ടെക്സ്റ്റ് യു ദ ലൊക്കേഷൻ. ഓക്കെ, ഓക്കെ, ബൈ. ഹായ്. ഹായ്. സോറി, ഞാനൊരല്പം ലേറ്റായിപ്പോയി. വഴി മുഴുവൻ ബ്ലോക്ക്. പിന്നെ ഈ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ. നമുക്കൊരു ലിമിറ്റ് കൂടുതൽ സ്പീഡ് എടുക്കാനും പറ്റില്ലേ. താനെങ്ങനെ വന്ന്? ടാക്സി. കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ടാക്സിയൊക്കെ സേഫ് ആണോ? സീറ്റ് ബെൽറ്റും എയർ ബാഗും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ. തന്നെ ഫോട്ടോയിൽ കാണുന്നതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. ഓ, എനിക്കൊരു പപ്പായ ജ്യൂസ്. ഇതൊക്കെ എടോ, ഇവിടുത്തെ പപ്പായ ജ്യൂസ് അടിപൊളിയാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. നോ, നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്ക് ആപ്പിൾ മതി. ഇതെടുത്തു. വൈദ്യവേ, ഇത് പറയൂ, എന്തൊക്കെയാണ് തൻ്റെ കൺസേൺ? അമ്മ സൂചിപ്പിച്ചിരുന്നു താൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, വിവാഹമെന്ന് കേൾക്കുമ്പോഴേ തനിക്കെന്തോ പേടിയുള്ളതുപോലെ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. വിവാഹത്തെക്കുറിച്ച് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. സി, വിവാഹം, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എല്ലാവരും ഫുള്ളി കൺവിൻസ്ഡ് ആയിട്ടൊന്നുമല്ല ഈ മാരീഡ് ആകുന്നത്. എന്താ പറയുക, എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റുള്ള പോക്കാന്നേ. എടോ, തനിക്ക് എന്നോട് എന്തും ഓപ്പണായിട്ട് സംസാരിക്കാം. യുനോ, ഐ ആം സോ പ്രോഗ്രസീവ്. എന്നെക്കുറിച്ച് വിവേക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എടോ, താൻ ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മുടെ ഈ ക്യാഷ് വ്യത്യാസമോ അല്ലെങ്കിൽ തൻ്റെ ഈ തടിയോ ഇതൊന്നും എനിക്കൊരു പ്രോബ്ലമേ അല്ല. യുനോ, ഐ ആം കംഫർട്ടബിൾ. അല്ല, താൻ ഇതുവരെ പറയാമെന്ന് പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ കാസ്റ്റ് ഡിഫറൻസിനെ കുറിച്ചോ എൻ്റെ തടിയെക്കുറിച്ചോ ഒന്നും ഞാൻ വിവേകിനോട് പറഞ്ഞിട്ടില്ല. വിവേക് എന്തിനാ ഇപ്പോൾ അത് മെൻഷൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതൊന്നുമല്ല. എടോ, എന്തുണ്ടെങ്കിലും ഞാൻ തുറന്ന് സംസാരിച്ചു. യുനോ, ഐ ആം കംഫർട്ടബിൾ. വിവേക്, ഞാനൊരു ബൈസെക്ഷുവലാണ്. ഇഷ എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ കമ്മിറ്റഡ് ആയിരുന്നു. ഐ മീൻ അറ്റ് പ്രസൻറ്റ് ഞങ്ങൾ റിലേഷൻഷിപ്പിലല്ല. ബട്ട് ഞാനതിൽ നിന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. സോ എൻ്റെ പാർട്ട്ണർ ആവുന്ന ആൾ എന്നെക്കുറിച്ചും എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുമൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കണമെന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. സി, ഞാൻ പ്രോഗ്രസീവ് ആണ്, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫാമിലിയെ കൂടി കൺസിഡർ ചെയ്യണ്ടേ. യുനോ, ഈ ബൈസെക്ഷുവൽ എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? അവർക്ക് മാത്രമല്ല, വിവേകിനും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പ്രോബ്ലം ഇല്ല, പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലല്ലോ. ഈ ബൈസെക്ഷുവൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അല്ല, സി, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ആഫ്റ്റർ ദി മാരേജ്, വിവാഹശേഷവും തനിക്ക് ഈ സെയിം ജെൻഡറിലുള്ള ആളുകളോടൊരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നിയാലേ അതൊരു പ്രോബ്ലം ആവില്ലേ? സി, ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ഫിസിക്കൽ അട്രാക്ഷൻ. അതിനും അപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. വേറെ ഏതൊരാൾക്കും പ്രണയം തോന്നുന്ന പോലെ തന്നെ എനിക്കുമുള്ളൂ. ഇതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ
എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുകയും എൻ്റെ കാഴ്ചപ്പാടുകളോടും ചിന്താഗതികളോടും യോജിച്ചു പോവുകയും ചെയ്യുന്ന ഒരാളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, വിവേക് നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. രണ്ട് ധ്രുവങ്ങളിലുള്ള ഒരിക്കലും യോജിക്കാത്ത രണ്ട് വ്യക്തികളാണ് നമ്മൾ. ബെറ്റർ നമുക്ക് ഈ കോൺവെർസേഷൻ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ പേരിലുണ്ടാവുന്ന എന്ത് ഭവിഷ്യത്തുകളും നേരിടാൻ ഞാൻ തയ്യാറാണ്. സോ വിവേക്, ബൈ. ബൈ.